മലയാള സിനിമയുടെ ഒരു ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു താരമൂല്യമുള്ള നടന്മാരുടെയും നടിമാരുടെയൊക്കെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സത്യൻ മാഷ് മുതൽ ഇപ്പോൾ ഏറ്റവും പുതിയ തലമുറ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നസ്ലിൻ വരെയുള്ള താരമൂല്യമുള്ള നായകന്മാരുടെ ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. ഇതിൽ 80കളിൽ നമുക്കറിയാം, 80കൾ ഒരു ട്രെൻഡ് തുടങ്ങിയ ഒരു സമയമാണ്. നമ്മുടെ 80കളുടെ തുടക്കമൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ ലാലേട്ടനും മമ്മൂക്കി ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു തലമുറ തുടക്കം കുറിച്ചത്. ഇതിൽ 81 ഒരു മാഗസീനിൽ വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അതിലെ കുറച്ച് താരങ്ങളെക്കുറിച്ചുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് ഇത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. 1980 എന്ന് പറയുന്നൊരു വർഷം മലയാള സിനിമയിൽ ഒരുപാട് നല്ല സിനിമകളെ സമ്മാനിച്ച ഒരു വർഷമായിരുന്നു. ഒരുപാട് താരങ്ങൾ ആ വർഷമാണ് മലയാള സിനിമയിലേക്ക് വന്നത്. അല്ല, 80 ഡിസംബറിലാണ് റിലീസ് ചെയ്ത മഞ്ഞു വിരിഞ്ഞ പൂക്കളിലൂടെ മോഹൻലാൽ, ശങ്കർ, പൂർണിമ വന്നു. ആ വർഷം തന്നെയാണ് അവസാനത്തോടു കൂടിയാണ് മേള എന്ന് പറയുന്ന ഒരു സിനിമ റിലീസാണ്. അതിലൂടെയാണ് മമ്മൂക്ക ശരിക്കും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വരുന്നത്. അങ്ങനെ ഒരുപാട് പ്രത്യേകത നിറഞ്ഞ ഒരു വർഷമായിരുന്നു 80. ഇപ്പോൾ ഞാൻ നിങ്ങളോടൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 81 ഒരു മാഗസീനിൽ വന്നിരിക്കുന്ന ഒരു റൈറ്റപ്പാണ്. അത് ആക്ച്വലി 81 അവസാനം 81 എന്ന് പറയുന്ന ആ ഒരു വർഷം സംഭവിച്ച കുറച്ച് കാര്യങ്ങളും അതിൽ പ്രോമിസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ താരമൂല്യമുള്ള കുറച്ച് നടന്മാരെക്കുറിച്ചും നടിമാരെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ അതിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകമായിട്ട് ഇതിൻ്റെ ക്യാപ്ഷൻ തന്നെ എങ്ങനെയാണ്: ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് അടിത്തറയിട്ട മലയാള സിനിമയുടെ 81. അപ്പോൾ 81 എന്ന് പറയുന്ന ഈ ഒരു വർഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയുടെ 50ാം പിറന്നാൾ. അതായിരുന്നു 1981. ഇതിൽ പറയുന്ന ജയൻ്റെ മരണം 1980 നവംബർ 16 ജയൻ മരിച്ച ശേഷം സിനിമകളുടെയൊക്കെ മൊത്തത്തിലുള്ള രീതികൾ മാറി. അതിന് ശേഷം അപ്പോൾ ജയൻ മരിക്കുന്ന നമുക്കറിയാം, ജയൻ എന്ന് പറയുന്ന ഒരു നടൻ്റെ താരമൂല്യങ്ങൾ കൊണ്ട് മാത്രം സിനിമകൾ വിജയിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് ഒരു സോളോ ഹീറോ സിനിമകൾ അതിൻ്റെ ഒരു സക്സസ് റേറ്റ് കുറഞ്ഞു തുടങ്ങിയിരുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. അതിനുശേഷമാണ് മൾട്ടി സ്റ്റാർ പടങ്ങൾ, അതായത് പ്രേം നസീറും മധുവും സോമൻ, സുകുമാരൻ, മമ്മൂട്ടി ഇവരൊക്കെ ഒരുമിച്ച് പല സിനിമകളിലും അഭിനയിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് പേരുടെ എഴുതിയിരിക്കുന്നതിൽ ഫസ്റ്റ് പ്രേം നസീർ, നിത്യഹരിത നായകൻ. നമുക്കറിയാം പ്രേം നസീർ അന്നും ഒരു 85 വരെയൊക്കെ പ്രേം നസീർ തന്നെയായിരുന്നു നമ്പർ 1. അദ്ദേഹം സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നത് വരെ അദ്ദേഹം തന്നെയായിരുന്നു നമ്പർ 1. ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ മേടിച്ചിരുന്ന നടനും പ്രേം നസീർ തന്നെയായിരുന്നു. ശരിക്കും പ്രേം നസീർ കഴിഞ്ഞാൽ ഒരു 80s നമ്മുടെ ജയൻ മരിക്കുന്ന ആ ഒരു സമയത്ത് പ്രേം നസീറായിരുന്നു ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ മേടിച്ചിരുന്നത്. അതിൻ്റെ തൊട്ട് താഴെ മധുവും ജയനും രണ്ടുപേരും ഈക്വൽ ആയിരുന്നു. നമ്പർ 2 പൊസിഷനിൽ ഇവർ രണ്ടുപേരുമായിരുന്നു. അതിൻ്റെ താഴെ സോമൻ, സുകുമാരൻ, രവികുമാർ, പിന്നെ വിൻസെൻ്റ്, സുധീർ, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇതിൽ എഴുതിയിരിക്കുന്ന പ്രേം നസീർ നിത്യഹരിത നായകൻ, മധു വ്യക്തിത്വമുള്ള അഭിനയ ശൈലി, സുകുമാരൻ പുതിയ തലമുറയുടെ ആവേശം, സോമൻ മുന്നേറ്റത്തിൻ്റെ പ്രതീകം. സോമനും സുകുമാരനും ആ വർഷം ശരിക്കും പറഞ്ഞാൽ 70s വന്നത്. അവരെപ്പോഴും ഒരു ടോപ്പ് ഹീറോസ് തന്നെയാണ്, ഒരു യങ് ഹീറോസ് എന്ന് തന്നെ പറയാം അവർ രണ്ടുപേരും. മധുവും പ്രേം നസീറും സീനിയർ ഹീറോസാണ്. പിന്നെ ജയനെ കുറിച്ച് പറഞ്ഞിങ്ങനെ തകർന്നു പോയ നായക സങ്കല്പം എന്നാണ്. പിന്നെ നെടുമുടി വേണുവാണ് ഈ ലിസ്റ്റിലേക്ക്. അതായത് 81 ഈ ഒരു ലിസ്റ്റിൽ താരമൂല്യമുള്ള ഹീറോസിൻ്റെ ലിസ്റ്റിലേക്ക് നെടുമുടി വേണു വരുന്നത്. ഇതിൽ എഴുതിയിരിക്കുന്നത് നെടുമുടി വേണു പുതിയ വെളിച്ചം. ശരിക്കും നെടുമുടി വേണു ഒരു 78 ആ ഒരു ടൈമിലാണ് സിനിമയിൽ വന്നിട്ടുള്ളത്. നെടുമുടി വേണു ഒരു 78 ആ ഒരു സമയത്തൊക്കെയാണ് ശരിക്കും അഭിനയ രംഗത്തേക്ക് വരുന്നത്. നെടുമുടി വേണു തന്നെ ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, നെടുമുടി വേണുവിൻ്റെ കരിയറിൽ ഒരു ബ്രേക്കായ ഒരു സിനിമ എന്ന് പറയുകയാണെങ്കിൽ വിട പറയും മുമ്പേ. നമുക്കറിയാം അതിൽ പ്രേം നസീറും ഉണ്ട്. പ്രേം നസീറും നെടുമുടി വേണുവാണ്. ആ ഒരു സിനിമ നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവാം. അതിൽ ഒരു നെടുമുടി വേണു ഒരു ക്യാൻസർ രോഗിയായിട്ടോ അങ്ങനെ ഒരു രോഗിയായിട്ടാണ് അതിൽ. ഡയറക്ടർ മോഹൻ ജോൺ പോൾ ആണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എന്നാണ് എൻ്റെ ഓർമ്മ. ആ ഒരു സിനിമ നെടുമുടി വേണു പറഞ്ഞത്, വിട പറയുമ്പോൾ മുംബൈക്ക് വരെ ഞാൻ ഓട്ടോറിക്ഷയിലും ബസ്സിലൊക്കെ യാത്ര ചെയ്തിരുന്നു, ഞാൻ ഒരു സാധാരണക്കാരെ പോലെ ജീവിച്ചിരുന്നതാണ്. പക്ഷേ അതിന് ശേഷമാണ് ആളുകൾ എന്നെ തിരിച്ചറിയാൻ തുടങ്ങിയതും ഞാനൊരു സെലിബ്രിറ്റിയായി മാറിയതും ഒക്കെ. ആ ഒരു സിനിമയോട് കൂടിയായിരിക്കണം നെടുമുടി വേണു ഈ ഒരു ലിസ്റ്റിൽ വന്ന ഒരു താരമൂല്യമുള്ള ഒരു നടനായി മാറിയത്. പിന്നെ ഇതിൽ രതീഷ് യുവതലമുറയുടെ ലഹരി എന്നാണ്. ശരിക്കും ജയൻ മരിച്ച ശേഷം ആ ഒരു സ്പേസിലേക്ക് വന്ന ഒരു നടൻ ശരിക്കും രതീഷാണ്. കാരണം ജയനെക്കാട്ടും സീനിയറാണ് സുകുമാരനും സോമനൊക്കെ. പക്ഷെ ജയൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ ജയൻ്റെ തൊട്ട് താഴെയായി. പിന്നീട് ജയൻ മരിച്ച ശേഷം ജയനെ വെച്ച് മനസ്സിൽ ഉദ്ദേശിച്ചിരുന്ന കുറച്ച് സിനിമകളുടെ ഒന്നായിരുന്നു തുഷാരം എന്ന് പറയുന്ന ഒരു സിനിമ. അത് 81 ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. അതിൽ ജയന് പകരം അഭിനയിച്ചത്
രതീഷാണ്. പിന്നീട് സ്ഫോടനം എന്ന് പറയുന്ന ഒരു സിനിമ PG വിശ്വംഭരൻ ഡയറക്റ്റ് ചെയ്ത് നടി ഷീല പ്രൊഡ്യൂസ് ചെയ്ത സിനിമയായിരുന്നു. ആ സിനിമയിൽ ശരിക്കും ജയനും സുകുമാരനെയായിരുന്നു പ്ലാൻ ചെയ്തത്. പിന്നീട് ജയൻ്റെ മരണത്തിന് ശേഷം സുകുമാരനും ആ ലിസ്റ്റിലേക്ക് കയറി നടനായിരുന്നു മമ്മൂട്ടി. അതായത് പുതുമുഖമായ ഒരു മമ്മൂട്ടി മേള എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷം ആ ഒരു ലിസ്റ്റിലേക്ക് കയറിയതാണ്. 81 എന്ന് പറയുന്ന ഒരു വർഷം മമ്മൂട്ടിക്കും ഒരുപാട് പ്രത്യേകം നിറഞ്ഞൊരു വർഷമാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ലിസ്റ്റിലുള്ള ഒരു നടൻ, അവസാനത്തെ ലിസ്റ്റിലാണ് പുതിയ വാഗ്ദാനം മമ്മൂട്ടി. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നടന്മാരുടെ ലിസ്റ്റിലേക്ക് കയറി പറ്റിയ ഒരു നടനാണ് മമ്മൂട്ടി. പിന്നെ ഇതിൽ നടിമാരെ കുറിച്ച് പറയുന്നുണ്ട്. ജയഭാരതി തളരാത്ത പ്രതിഭ, സീമ പുത്തൻ വസന്തം, ശ്രീവിദ്യ മികച്ച പ്രകടനം, അംബിക ഉറവ പറ്റാത്ത ലഹരി, സ്വപ്ന ഗ്ലാമർ ഗേൾ. ഇവരൊക്കെയാണ് ആ 81 ഒരുപാട് ശ്രദ്ധേയമായ സിനിമകൾ ചെയ്ത് ഒരു തരംഗം സൃഷ്ടിച്ച നടിമാർ. അപ്പോൾ ഈ 81 എന്ന് പറയുന്ന ഒരു വർഷത്തിൽ ആണ് നമുക്ക് ഇതിൽ ഭരതൻ, അതുപോലെ തന്നെ മോഹൻ, IV ശശി, ബാലചന്ദ്ര മേനോൻ, ഇവരൊക്കെ ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകരാണ്. ആ ഒരു വർഷം ഒരു 80s മുഴുവൻ അവർ തിളങ്ങി നിന്നിരുന്നു. അപ്പോൾ ഇതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് മമ്മൂക്കയുടെയാണ്. അങ്ങനെ പുതിയ വാഗ്ദാനം എന്ന് പറഞ്ഞാണ് മമ്മൂക്കയുടെ ഇതിൽ. ശരിക്കും ആ വർഷം എനിക്ക് തോന്നുന്നു ആ വർഷം തന്നെയാണ് ഷാനവാസും അതുപോലെ തന്നെ ശങ്കർ ഉണ്ട്. ഇവരൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഇതിലിപ്പോൾ മമ്മൂക്കനെയാണ് ഈ ഒരു ലിസ്റ്റിൽ കാണാനുള്ളത്. ഇപ്പോൾ 44 വർഷമായി. 81 ഇപ്പോൾ 2025 45 വർഷം ആവാറായി. ഇപ്പോഴും ഈ ഒരു ലിസ്റ്റിൽ മമ്മൂക്കയുണ്ട്. പക്ഷെ മമ്മൂക്ക അന്ന് ഈ ഒരു ടോപ്പ് ലീഗിൽ അവസാനമായിരുന്നെങ്കിൽ ഇന്ന് ടോപ്പ് ലീഗിൽ എന്നും മുന്നിൽ തന്നെയാണ് ലാലേട്ടനും മമ്മൂക്കയും നിൽക്കുന്നത്. ശരിക്കും ഈ ഒരു സമയത്തൊന്നും ലാലേട്ടൻ അങ്ങനെ ഒരു ഹീറോ ആയിട്ട് വന്നിട്ടില്ല. ലാലേട്ടൻ അന്ന് വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ലാലേട്ടന് മുമ്പ് ശരിക്കും ഒരു ഹീറോ ആയതും ക്യാരക്ടർ റോളുകളിലൂടെയൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു നടൻ മമ്മൂക്കയായിരുന്നു. മമ്മൂക്കയ്ക്ക് 81 സ്റ്റേറ്റ് അവാർഡ്, ആദ്യത്തെ ഒരു സ്റ്റേറ്റ് അവാർഡ്, മികച്ച സഹനടൻ എന്നുള്ള സ്റ്റേറ്റ് അവാർഡും കൂടി ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ മമ്മൂക്ക വീണ്ടും അഭിനയത്തിലോട്ട് വരുന്നു. ഒരു ബ്രേക്കിന് ശേഷം നമുക്കറിയാം കഴിഞ്ഞ 2-3 ദിവസങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ചർച്ചകളൊക്കെ ഉണ്ട്. മമ്മൂക്ക വീണ്ടും വരുന്നു, അസുഖങ്ങളെല്ലാം മാറി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഭയങ്കര ആരാധകരും സിനിമ കാണുന്നവരും സിനിമയെ സ്നേഹിക്കുന്നവരൊക്കെ ഹാപ്പിയാണ്. അപ്പോൾ നമുക്കിനിയിപ്പോൾ മമ്മൂക്കയുടെ പുതിയ വിശേഷങ്ങൾ നമുക്ക് എന്തായാലും മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ 81 ഇപ്പോൾ ഈ ഇത്രയും ഞാൻ കുറേ സിനിമകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ 81 സിനിമകളും അന്നത്തെ മമ്മൂക്കയുടെ സിനിമകളും മമ്മൂക്കയുടെ ഒരു അഭിനയത്തിൻ്റെ ശൈലികളും, അല്ലെങ്കിൽ മമ്മൂക്ക ഈ പയ്യേക്ക് കയറി വന്ന് മേളയിലൂടെയൊക്കെ വന്ന് ഹീറോ ഒക്കെ ആയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുക.